ഹലോ പാറു. കോയിൻസിഡൻസ് എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇതേ നമ്മൾ പിന്നെയും എന്താ സാജന്റെ ഉദ്ദേശം? റൗണ്ടുകളൊക്കെ ഭംഗിയായി കംപ്ലീറ്റ് ചെയ്യണം. ഒടുവിൽ എന്തെങ്കിലും കിട്ടിയാൽ അതുമായി വീട്ടിൽ പോകണം. അത് തന്നെ കിട്ടും. ഇങ്ങനെ പോയാൽ അടിയാണ് കിട്ടാൻ പോകുന്നത്, അല്ലാതെ സാജൻ വിചാരിക്കുന്ന പോലെ ഉത്തരവൊന്നും കിട്ടാൻ പോകുന്നില്ല. ദൈവമേ, നീ ഇത്ര കരുണയുള്ളവനാണോ? എന്താ ഞാൻ ഈ കേൾക്കുന്നത്? അടിയോ? സാജന് തലയ്ക്ക് വല്ല പ്രോബ്ലം ഉണ്ടോ? ഇല്ല. പിന്നെ നിന്റെ തല്ലുകൊളിത്ര കാണിച്ചെന്നെ പുറകെ നടക്കുന്നേ? തല്ലുകൊള്ളാൻ. ദേ, തമാശയല്ല. എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യാന്ന് എനിക്ക് തന്നെ അറിയില്ല. എനിക്കറിയാം, തല്ലുമായിരിക്കും. തല്ലിക്കോ. ഇതുവരെ കഷ്ടായല്ലോ. കിട്ടാനുള്ള വാങ്ങിച്ചു കിട്ടാതെ പോകുന്ന പ്രശ്നമല്ല ഞാൻ. വിടില്ല ഞാൻ. ഞാൻ തികച്ചു ഒരു ശല്യമായി മാറിക്കഴിഞ്ഞു അല്ലേ? ഇനി താൻ എന്റെ വായിലിരിക്കുന്ന മൊത്തം കേൾക്കും. അതും കേൾക്കാൻ തയ്യാറായി തന്നെയാണ് എന്റെ വരവ്. ഓഹോ, അപ്പൊ കരുതിക്കൂട്ടി മനുഷ്യന്മാരെ ഉപദ്രവിക്കാൻ തന്നെയാണ് ഉദ്ദേശം അല്ലേ? അപ്പൊ ഇതൊരു ചെയ്തൊന്നും പാറുവിന് ഉപദ്രവമായിട്ട് തോന്നിയിട്ടില്ലേ? ഒരാൾ ചെയ്യുന്ന ഉപദ്രവമാണോ സഹായമാണോ എന്ന് മനസ്സിലാക്കാനുള്ള സെൻസ് പാറുവിനില്ലേ? ഞാൻ അവസാനമായിട്ട് പറയാണ്, വെറുതെ എന്നെ പുറകെ വരണ്ട. ഞാൻ ലോകത്ത് ഏറ്റവും കൂടുതൽ വെറുക്കുന്ന മനുഷ്യനിപ്പോ നീയാണ്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും സ്നേഹത്തിലാവില്ല എന്നുള്ള വലിയ സത്യം നീ മനസ്സിലാക്കണം. ഇറ്റ്സ് എ കംപ്ലീറ്റ് വേസ്റ്റ് ഓഫ് ടൈം. പ്ലീസ്. ബുദ്ധിമുട്ടാണ്, പിന്മാറില്ല. മര്യാദക്ക് പിന്മാറാൻ ഞാൻ പറഞ്ഞു. പിന്മാറില്ല. പിന്മാറാ. ഇല്ലല്ലേ? അയ്യോ സോറി. ഒന്നുകൂടെ അടിച്ചോ. മിസ്സായി പോയി. അടിച്ചോന്നേ. അടിക്ക് അടിക്ക്. അയ്യോ പോലെ നിക്ക്. ആനന്ദ്, ചില സിനിമകളിലൊക്കെ ഈ സീൻ കണ്ട് മടുത്തല്ലേ? വെറും അന്ധവിശ്വാസങ്ങളാണ് ഇതെല്ലാം. അങ്ങനെയൊന്നും പറയില്ല റോയിച്ച, ചിലതൊക്കെ ഉണ്ട്. എൻ്റെ ഈ പ്രായത്തിനിടയ്ക്ക് ഞാനൊന്നും കണ്ടിട്ടില്ല. അത് എല്ലാവരുടെ കണ്ണിലൊന്നും കാണില്ല എന്നാ പറയാറ്. ചില നക്ഷത്രക്കാരെ മാത്രമേ ഉപദ്രവിക്കൂന്ന്. അതേതായാലും എൻ്റെ നാളായിരിക്കും. ഇവിടെ മനുഷ്യന്മാരെ കൊണ്ട് തന്നെ വലിയ സ്വീപ്പാ. ഇനി പിശാചുകളെ ഞാൻ സഹിക്കണ്ടേ? ഇതാണ് കുഴപ്പം. മനുഷ്യനെല്ലാം വെറുതെ വരുത്തി തീർക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മളെ കൂടി പറഞ്ഞ് വിശ്വസിച്ച് പേടിപ്പിക്കും. ഛേ, എന്തത്? റോയിച്ചിന് കുഴപ്പമില്ല. റോയിച്ചിന് ലേറ്റ് ആയിട്ടാണ് വരാറ്. അപ്പം നമ്മളെല്ലാവരും വീട്ടിൽ കാണും. നമ്മൾ എപ്പോൾ വേണമെങ്കിലും വീട്ടിൽ വരുന്നവരാ. ഒറ്റയ്ക്കിരിക്കുന്ന ദിവസങ്ങളാ പ്രശ്നം. എല്ലാം ഒത്തിണങ്ങി വന്നിട്ട് ഈ ഒരു കാര്യത്തിൻ്റെ പുറത്ത്. അതാ ഞാനത് നിങ്ങളോട് പറയാറുന്നത്. അതിൻ്റെ ഇടയ്ക്ക് പിശാച് ബ്രോക്കർ അവനെല്ലാം താർത്തത്. പെൺപ്രേതായ സ്ഥിതിക്ക് ടോണി ഹാപ്പി ആയിരിക്കും. അവൻ അതിനെയും കയറി ലൈൻ അടിക്കും. ഒന്നും നിർത്ത്. ഇനി ഈ കാര്യം ഇവിടെ മിണ്ടി പോരുത്. ഈ കരിക്കടയിലോ അല്ല എങ്ങും. വൃത്തികെട്ട ചിന്താഗതിയുള്ള മനുഷ്യർ താമസിക്കുന്ന ഫ്ലാറ്റിനെക്കാട്ടും നല്ലതാ പ്രേതങ്ങളുള്ള വീട്. ഞാൻ ഏതായാലും തീരുമാനിച്ചു, ഇന്ന് നമ്മളങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. വരേണ്ടവർക്ക് വരാം, അല്ലാതെ എനിക്കൊന്നും പറയാനില്ല. എന്നാ കാശ് കൊടുക്കും. ഈ സിറ്റിയിലും പ്രേതോ? ഈശ്വര, എന്തിനാ ഈ ഉപയോഗശൂന്യായ പ്രേതങ്ങളെങ്ങനെ അലഞ്ഞു തിരിയാൻ വിട്ടിരിക്കുന്നത്? അറ്റ്ലീസ്റ്റ് ഈ സിറ്റിയിലെങ്കിലും അവരുടെ പെർമിറ്റ് ഒന്ന് റദ്ദാക്കണേ. ചേട്ടാ കാശ്.